ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ്. മണി പ്ലാന്റ് ഒരുപാട് വെറൈറ്റികൾ നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ പലരും നട്ടു വളർത്തിയ ശേഷം പറയാറുണ്ട് ഈ ഒരു പ്ലാന്റ് ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ മുരടിച്ച് നിൽക്കുകയാണ്, പുതിയ തെഴുപ്പുകൾ വരുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് മണി പ്ലാന്റിൽ ഒരുപാട് തെഴുപ്പുകളും അതുപോലെ വള്ളികളൊക്കെ ഒരുപാട് എണ്ണം കൂട്ടി തിക്കായിട്ട് എങ്ങനെ വളർത്തി എടുക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വളർത്താൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് മണി പ്ലാന്റ്. പ്രത്യേകിച്ച് എക്സ്ട്രാ കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് പടർന്ന് പന്തലിച്ച് പോകുന്നൊരു സ്വഭാവമുള്ളൊരു ചെടിയാണ് മണി പ്ലാന്റ്. അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം 2 മാസമൊക്കെ ഇതിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേര് ആദ്യത്തെ ആ ഒരു ഘട്ടത്തിൽ വളരെ സ്ലോ ആയിട്ടാണ് വളരുക. അപ്പോൾ ആ ഒരു സമയത്ത് ഗ്രോത്തും സാവധാനത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്ത് വളം ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊക്കെ സ്ലോ ആയിട്ട് തന്നെയാണ് ഈ പ്ലാന്റ് വളരുക. പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങളിൽ അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് ഡെവലപ്പായി വരുന്ന സമയത്ത് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ചെടി വളർന്നു വരും. കൂടുതൽ തിക്കായിട്ടുള്ള ഇലകൾ ഉണ്ടായി വരിക, അതുപോലെ തന്നെ വേരുകളെല്ലാം ഈ തണ്ടിലൊക്കെ ഉണ്ടായി വരുന്ന സമയത്ത് നമ്മൾ വളമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചെടി ഗ്രോത്ത് കൂട്ടിയിട്ട് നന്നായിട്ട് തിക്കായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ചെടി 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുതലായിട്ടും മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നമുക്ക് ഈ ചാണകപ്പൊടി കിട്ടുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു വളം തയ്യാറാക്കാം. ചാണകപ്പൊടി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പിടി ചാണകപ്പൊടി 500 ml വെള്ളത്തിൽ കുതിർത്തിയിടുക. ഈ കുതിർത്തിയിടുന്ന കൂട്ട് തന്നെ ഒരു പിടി നമ്മുടെ ചീമക്കൊന്നയുടെ ഇല ഉണ്ടല്ലോ, ചീമക്കൊന്നയൊക്കെ എന്ന് വിളിക്കുന്ന ആ ഒരു ചെടിയുടെ ഇലയും ഒരു പിടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വെക്കുക. ഇങ്ങനെ നമ്മൾ ഒരു 3-4 ദിവസം കുതിർത്തിയിട്ട ശേഷം ഈ ഒരു വെള്ളം തിക്കായിട്ട് ഒരു സ്മെല്ലുള്ളൊരു വെള്ളം കിട്ടും നമുക്ക്. ഈ ഒരു വെള്ളം നമ്മൾ 4 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് ഈ ചെടി മൊത്തമായിട്ട് സ്പ്രേയും ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ വളരെ തിക്കായിട്ട് ചെടി വളർച്ച കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. നന്നായിട്ട് വളർച്ച ഉണ്ടാകും, നല്ല ഗ്രോത്ത് ആയിരിക്കും. നമ്മൾ ഈ ചെടിക്ക് മറ്റെന്ത് വളം കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു മണി പ്ലാന്റ് നന്നായിട്ട് സ്പീഡായിട്ട് വളരുകയും ചെയ്യും. ഇതിൻ്റെ തണ്ട് നല്ല വണ്ണം കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ തണ്ടിൽ നിന്ന് കുറേ വേരുകളൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനനുസരിച്ച് ഈ ഒരു ചെടിയുടെ ഗ്രോത്തും കൂടി വരും, ഇലകൾക്ക് വലിപ്പം കൂടും, അതുപോലെ തന്നെ ആ ഒരു കളറും നന്നായിട്ട് കൂടി വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പലരും ചോദിക്കാണ്ട് ചാണകപ്പൊടി കിട്ടാനില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചാണകപ്പൊടി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വളം വിൽക്കുന്ന കടയിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. കുറഞ്ഞ വില എങ്ങനെ ഉള്ളൂ. അപ്പോൾ അത് മേടിച്ചുകൊണ്ടിട്ട് ഈ രീതിയിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അവസാനം നമുക്ക് 2 ലിറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു ലൈന് കിട്ടും. അപ്പോൾ 2 ലിറ്ററിൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എല്ലാ ചെടികൾക്കും തളിച്ചു കൊടുക്കാൻ മാത്രം ഉണ്ടാവും. പിന്നെ കൂടാതെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടൊന്നും പോകുന്നില്ല. ഇത് അതിലുള്ള കണ്ടന്റുകളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. അടച്ചു വെക്കാൻ ശ്രമിക്കുക. കാരണം ഇതിലുള്ള ഈ യൂറിയയുടെ കണ്ടന്റൊന്നും ഗ്യാസ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കേണ്ടത്. അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ 2-3 മാസക്കാലത്തോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചെടികൾക്ക് ഈ ഒരു മണി പ്ലാന്റ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ പ്ലാന്റ് ഇലച്ചെടികൾക്കെല്ലാം തളിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വളം തന്നെയാണിത്. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അരിച്ചിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അരിച്ചിട്ടില്ലേ നമ്മുടെ സ്പ്രേയറൊക്കെ കേടായിപ്പോവും. അപ്പോൾ അരിച്ച ശേഷം നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഡൈലൂട്ട് ചെയ്ത ശേഷം നേരിട്ട് ഇതിനെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നേരിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ വേരിന് ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ തണ്ടിന് വണ്ണം കൂടാനും ഇലകൾക്ക് വലിപ്പം കൂടാനും നല്ല കളർ കിട്ടാനൊക്കെ പച്ചപ്പും അതുപോലെ തന്നെ ആ വെളുത്ത നിറം കിട്ടാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു വളം തന്നെയാണ്. ഏത് മുരടിച്ച മണി പ്ലാന്റ് നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്കുള്ള റിസൾട്ട് എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.